നമുക്ക് നമ്മുടെ ജീവിതത്തിനെ കുറിച്ചിട്ട് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. പഠിക്കണം, ജോലി വാങ്ങിക്കണം, ഇത്ര വർഷം ജോലി ചെയ്യണം, വീട്ടുകാരെ നോക്കണം, അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഓരോ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും മുന്നോട്ട് പോകുന്നത്. പെൺകുട്ടികളുടെ കാര്യത്തില് ആള് ഒരു പ്രായം എത്തുമ്പം അല്ലെങ്കിൽ ഒരു 18 വയസ്സ് കഴിഞ്ഞ് ഒരു 19-20 കിടക്കുമ്പം വീട്ടുകാർക്ക് പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വിടാൻ താല്പര്യമില്ലെങ്കിലും നാട്ടുകാർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. അവരങ്ങ് തുടങ്ങും, 18 വയസ്സായില്ലേ, ഇത്ര പ്രായമായില്ലേ, കെട്ടിച്ചു വിടാറായില്ലേ എന്നുള്ള ചോദ്യങ്ങൾ. അത് കേൾക്കുമ്പം നമ്മുടെ അച്ഛനമ്മമാര് വിചാരിക്കും, ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, പെങ്കൊച്ചാണ്, കെട്ടിച്ചു വിടണം, ഇനിയും നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ പറയും പെണ്ണിന് എന്തോ കുഴപ്പമുണ്ട്. ഇങ്ങനെയാണ് പല പാരൻസും ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിച്ച അല്ലെങ്കിൽ 18 വയസ്സായി എന്ന് തോന്നി തുടങ്ങുമ്പോ തന്നെ കല്യാണം കഴിച്ചു വിട്ട് അവരുടെ ജീവിതം ദുരന്തത്തിലാക്കുന്ന ഒരുപാട് പാരൻസ് ഉണ്ട്. എവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കേൾക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. എക്സ്പെക്ടേഷൻസ് വെക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ആദ്യം ഞാനായിരുന്നു പോയിട്ട് അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ നല്ല നല്ല ലെസൺസ് ഒക്കെ പറഞ്ഞു കൊടുക്കാനുള്ള വേണ്ടേ. അതാണ് നമ്മുടെ സന്തോഷത്തിന് അല്ലെങ്കിൽ നമ്മുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് വേറൊരാള് ഡിപ്പെൻഡ് ചെയ്യരുത്. നമ്മള് കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിനെ ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് ഉള്ള ജീവിതത്തിൽ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതൊരു ഡിപ്പെൻഡ് തന്നെയാണല്ലോ. അവരുടെ മൂഡ് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു ഇതനുസരിച്ചായിരിക്കും നമ്മുടെ സന്തോഷവും സമാധാനവും ഒക്കെ പോകുന്നത്. അതിനുള്ള അവസരം ഉണ്ടാക്കരുത്. നമ്മുടെ സന്തോഷം, നമ്മുടെ സമാധാനം നമ്മളാണ് കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ അത് വേറൊരാളാണ് അല്ലെങ്കിൽ ഇന്ന വ്യക്തിയാണ് എന്റെ സന്തോഷം സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൂഡ് അനുസരിച്ചായിരിക്കും നമ്മുടെ സന്തോഷവും സമാധാനവും പോകുന്നത്. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നത്. ഇവരെ അറിയിക്കില്ല, കാരണം അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂല. അവർക്ക് അവരുടേതായിട്ടുള്ള സ്വയ കാര്യങ്ങളുണ്ടാവും. അപ്പോ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, ഇപ്പൊ പെട്ടെന്ന് പോയി വാങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ വാങ്ങിട്ട് വരും, ഞാനത് ചെയ്യുന്നു, അങ്ങനെ ആയിട്ട് പോകും. ശരിക്കും പുള്ളിക്ക് അപ്പൊ ജോലിയൊന്നും ഇല്ലായിരുന്നു, വീട്ടില് ചുമ്മാ ഇരുന്നിട്ട് തിന്നുക എന്നുള്ളതായിരുന്നു അപ്പൊ ചേട്ടന്റെ ജോലി. ഹൗസ് ഹസ്ബൻഡ് ആണോ? അല്ല, ഭാര്യക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മേടിച്ചു കൊടുക്കുക, ഭാര്യയുടെ ചെലവിൽ ജീവിക്കുക, ഇതായിരുന്നോ ചേട്ടന്റെ ഉദ്ദേശം? ഇഷ്ടപ്പെട്ട ഒരു മെയിൻ ക്വാളിറ്റി എന്താ? I'm excited for this one. അതൊക്കെ ഒറ്റടിക്ക് 2 വർഷം കൊണ്ട് ക്ലോസ് ചെയ്തു. 2 വർഷം കൊണ്ട് അതൊക്കെ ക്ലോസ് ചെയ്തു. അതിനൊക്കെ അത് ഒരുപാട് സ്ട്രഗിൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല ക്വാളിറ്റിയാണ്. എപ്പോഴും പറയാറുണ്ട്, ക്യാമറ പറയില്ലെന്ന് മാത്രം. കുറെ പ്രാവശ്യം ഫിനാൻഷ്യലി ഉള്ള ഒരു സ്നേഹം അല്ലെ. ഭാര്യയോട് 40 ലക്ഷത്തിന്റെ കടം ഉണ്ടായിരുന്നു, അതൊക്കെ 2 മാസം
കൊണ്ട് അടച്ചതിന്റെ ഒരു സ്നേഹം. ഭാര്യ എന്താ ഫിനാൻസ് തരുന്ന അല്ലെങ്കിൽ പൈസ തരുന്ന വല്ല മെഷീനായിരുന്നോ? അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, സ്നേഹം എന്ന് പറയുന്നത് പ്രകടമായിട്ട് കിട്ടേണ്ട ഒരു സാധനമാണ്. ആണ് സ്നേഹം എന്ന് പറയുന്നത്. അത് എന്റെ മനസ്സിൽ നിന്റെ അടുത്ത് സ്നേഹം ഉണ്ട് എന്ന് പറയുന്നതിനേക്കാൾ അത് പ്രകടിപ്പിക്കുന്നതിലാണ് അർത്ഥം. ആ പ്രകടനത്തിലാണ് പലതും ഇരിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് മനസ്സിൽ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സ്നേഹം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് കുറെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പൈസ ചെലവാക്കിക്കൊണ്ടിരിക്കണം എന്നല്ല. അടുത്ത് വന്നിരുന്ന് സംസാരിച്ച് അല്ലെങ്കിൽ ആളുടെ മനസ്സിൽ എന്താണോ അതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നതിനെയും നമ്മൾ സ്നേഹപ്രകടനം എന്ന് പറയും. ചില ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, കുറെ പൈസ ചെലവാക്കി കുറെ സാധനങ്ങൾ അങ്ങ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് സ്നേഹമായി. അതിനെ സ്നേഹം എന്ന് പറയാൻ പറ്റത്തില്ല, പ്രകടനം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഭാര്യയുടെ ക്വാളിറ്റീസ് ചോദിച്ചപ്പോ പറയാനുള്ളത്, 40 ലക്ഷത്തിന്റെ കടം ഉണ്ടായിരുന്നു, അത് 2 വർഷം കൊണ്ട് അടച്ച് തീർത്തു. അതാണ് ഭാര്യയുടെ പേരിലുള്ള ആകെ ഒരു ക്വാളിറ്റി. നല്ല ക്വാളിറ്റിയാണ്, കൊള്ളാം. നിങ്ങൾക്ക് ഫിനാൻഷ്യലി അല്ലെങ്കിൽ പണം തരുന്ന ഒരു മരം, അതാണ് ഭാര്യ. സാധാരണ എല്ലാരും ഹസ്ബൻഡ് ആണല്ലോ, ഇവരുടെ ഫാമിലിയിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാല് അവരാണല്ലോ ചെയ്യാം. പക്ഷെ ഞാനാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അതിനൊരു ചടങ്ങാണല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അത് നല്ല ബുദ്ധിമുട്ടാണ്. എന്റെ ബ്രേസ്ലെറ്റ് പോയിട്ടുണ്ട് ഒരു കല്യാണത്തിന്, ആ കല്യാണത്തിന് കമ്മല് പോയിട്ടുണ്ട്. അല്ല നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ നമുക്കുള്ള ബുദ്ധിമുട്ടില് ആൾക്ക് അവിടെ ഒരു വിലയും കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാം. അപ്പൊ ആ സമയത്ത് ഒരു ഫിനാൻഷ്യലി നമ്മളൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനപ്പോ എന്തെങ്കിലും എന്താ ഉള്ളത് നമ്മൾ കൊടുത്തിട്ട് ഒരു പണിക്കും പോവാതെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ ഭാര്യയുടെ കമ്മല്, മാല, വള ഇതൊക്കെ വിൽക്കണം, അല്ലേ? നല്ലത് തന്നെയാണ്. ഭാര്യ മനസ്സറിഞ്ഞിട്ട് തരുന്ന സാധനങ്ങൾ വാങ്ങിക്കുക, അത് ഇത് ചെയ്തിട്ട് കുടുംബത്തിന് കൊടുക്കുക എന്ന് പറയുന്നതിനെന്താ. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഭാര്യയുടെ വളയും മാലയൊക്കെ വാങ്ങിച്ച് പണയം വെക്കുന്നതിലൊന്നും എനിക്ക് ഒരു എതിർപ്പുമില്ല. പക്ഷേ അത് ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ടാവരുത്. നമ്മളൊരു കാര്യം ഭാര്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനിരട്ടി ആ സാധനം തിരിച്ചു വാങ്ങിച്ചു കൊടുക്കാനുള്ള കടമ ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന മുതലിനുണ്ട്. അതൊന്ന് തിരിച്ചു വാങ്ങിച്ചു കൊടുത്തായിരുന്നോ? ഭാര്യ ഉണ്ടാക്കിയത് അതിൽ നിന്ന് തന്നെ ഭാര്യയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാനല്ല പറഞ്ഞത്, സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് വാങ്ങിച്ചു കൊടുത്ത കാര്യങ്ങളാ ചോദിച്ചത്. അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഭാര്യയ്ക്ക് ഭാര്യയുടെ വീട്ടുകാർ കൊടുക്കുന്ന സ്വർണ്ണമാണെങ്കിലും പണമാണെങ്കിലും അത് ഭാര്യക്കുള്ളതാണ്. അല്ലാതെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് സ്ത്രീധനം അതൊക്കെ എനിക്കുള്ളതാ എന്ന് പറഞ്ഞ് പോക്കറ്റ് വാങ്ങിച്ച് വെക്കാനുള്ളതല്ല. അത് ഭാര്യയ്ക്ക് ഭാര്യയുടെ വീട്ടുകാർ ഭാര്യയുടെ സംരക്ഷണത്തിന് അല്ലെങ്കിൽ മോളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വീട്ടുകാർ കൊടുത്ത സാധനം. അത് ചില വീട്ടുകാരുണ്ട്, കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ ഈ പെണ്ണിന്റെ കഴുത്തിലുള്ളത് കയ്യിലുള്ളത് അവള് കൊണ്ടുവന്നത് എല്ലാം വാങ്ങിച്ച് അങ്ങ് കൂട്ടി അങ്ങ് പെട്ടിയിലിട്ടിട്ട് കൂട്ടി അങ്ങ് വെക്കും. എന്തോന്നത്, നിങ്ങൾക്ക് കൂട്ടി വെക്കാവുന്നതാണോ? അത് അവളുടെ സന്തോഷത്തിന് അവള് വീട്ടുകാർ അവൾക്ക് കൊടുത്ത സാധനം, അത് നിങ്ങൾക്ക് വാങ്ങിച്ചു വെക്കാൻ ഒരു അവകാശവും ഇല്ല. ഞാൻ മരിക്കുന്നവരെ അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. സ്ത്രീകളെ ഒരിക്കലും ആ ഒരു ഏജിൽ കല്യാണം കഴിച്ച് കൊടുക്കരുത്, അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ. കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യുന്നത് ചെയ്യുന്നത് വേണ്ടോ, ജീവിക്കേണ്ട ഒരു കാര്യമില്ല. എവിടെയെങ്കിലും കൊണ്ട് വിട്ട് ഒരു അറ്റ്മോസ്ഫിയറിൽ എന്താ പറയാ ഒരു കുട്ടിയിൽ നിന്ന് 10 വരെ കിട്ടാൻ ഒരു സിറ്റുവേഷൻ ആണ്. അത് ഭയങ്കര ഹോറിബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഞാൻ ഇതൊക്കെ പറയാനായിട്ട് ഞാൻ എന്നെ പെട്ടെന്ന് ഇവളെ വളർന്നു വരുമ്പോൾ ഇവളുടെ ഹൈറ്റ് വെയിറ്റ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരു 2-3 years ബിഫോർ വരെ ഞാൻ പറയും ഇത്രയും വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഈ ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. കാരണം ആ ഒരു ടോമാണെന്ന് വേണമെങ്കിൽ പറയാം. അത് ഭയങ്കര ഒരു വിഷമം തന്നെയാണ്. അത് നമ്മുടെ പാടയും ഉമ്മാടെയും ബ്രദേഴ്സ് എത്ര തന്നെ കഷ്ടമാണെങ്കിലും നമ്മുടെ വീട്ടിൽ ജീവിക്കുന്ന പോലെ ഒരിക്കലും വേറൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ സ്വന്തം കല്യാണം പോലും ഒരു ഡ്രാമയായിരുന്നു എന്ന് പറയുന്നു. 17-ാം വയസ്സിൽ കല്യാണം കഴിച്ചു വിടരുത് എന്ന് പറയുന്നതിന്റെ അർത്ഥമാണിത്.
കാരണം 17-ാം വയസ്സ് എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിക്ക് കളിച്ച് ചിരിച്ച് അവരുടെ സന്തോഷത്തിന് അവരുടെ ഇഷ്ടത്തിന് നടക്കാനുള്ള പ്രായമാണ്. അല്ലാണ്ട് വേറൊരു വീട്ടിലോട്ട് കല്യാണം കഴിച്ച് അയച്ച് അവിടുത്തെ പ്രാരാബ്ദം എന്ന് പറയുന്ന സാധനം ഏറ്റെടുക്കാനുള്ള പ്രായമല്ല. അവൾക്ക് അവളുടെ വീട്ടിൽ കിട്ടുന്ന സന്തോഷം, സമാധാനം അല്ലെങ്കിൽ ഒരു ഫ്രീഡം എന്ന് പറയുന്നത് ഈ 17-ാം വയസ്സില് വേറൊരു വീട്ടിലോട്ട് കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ കിട്ടത്തില്ല. ഈവൻ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി പോലും കാത്തിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ അനുവാദം ചോദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അത് അത്ര എളുപ്പത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്ക് നമ്മുടെ വീട്ടില് എവിടെയും കയറി ചെല്ലാം, എവിടെയും എന്തും ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടാവും. പക്ഷെ ഈ 17-ാം വയസ്സിൽ വേറൊരു വീട്ടിലോട്ട് പറച്ച് നടമ്പോ ആ ഒരു ഫ്രീഡം ഉണ്ടാവില്ല. തൊട്ടതിനും വലിച്ചതിനും ചെയ്തതിനും എല്ലാം ആ വീട്ടുകാർക്ക് പ്രശ്നമായിരിക്കും. ഭർത്താവിന്റെ കയ്യിൽ നിന്നുള്ള പ്രശ്നങ്ങള്, ഭർത്താവിന്റെ വീട്ടുകാർ തരുന്ന പ്രശ്നങ്ങള്, അങ്ങനെ അനുഭവിക്ക എന്ന് പറയുന്നത് മാത്രമല്ല ഭാര്യ അല്ലെങ്കിൽ പെണ്ണ് എന്ന് പറയുന്നത്. ആ പെങ്കൊച്ചിന് കല്യാണം കഴിപ്പിക്കാതെ അവരെ പഠിപ്പിച്ച് ഒരു ജോലിയൊക്കെ മേടിച്ചു കൊടുത്ത് അവര് കുറച്ചു നാളൊക്കെ പണിയെടുത്ത് അധ്വാനിച്ച് അവരുടെ സ്വന്തം കാലിൽ നിന്നതിന് ശേഷം അവർക്ക് തോന്നുവാണെങ്കിൽ കല്യാണം കഴിപ്പിച്ച് വിടുക. അത് ചെയ്യാതെ നാട്ടുകാരെ പേടിച്ചിട്ട് കുടുംബക്കാരെ പേടിച്ചിട്ട് 17-18 വയസ്സാകുമ്പോ കല്യാണ പ്രായമായി മോളെ നീ കെട്ടിക്കോ എന്ന് പറഞ്ഞ് കെട്ടിക്കരുത്. കല്യാണം കഴിച്ച് അപ്പൊ ഇത്ത പറഞ്ഞതിനോട് എന്താണ് അഭിപ്രായം? അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പഴയതൊന്നല്ല. അല്ല ആക്ച്വലി എന്റെ ഫാമിലി ഉണ്ടാകുന്ന കല്യാണം ഇഷ്ടപ്പെടുന്നുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ചിലവരിങ്ങനെ പറയുള്ളൂ മുസ്ലിം ഫാമിലി അങ്ങനെ പെൺകുട്ടികളെ ചോദിക്കുമല്ലോ. അതുപോലെ ഇവരുടെ ആരും കണ്ട് വഴിയുടെ കണ്ട് വേറൊരാൾക്ക് ചോദിച്ചു അവർ ഫാമിലിയിലെ കല്യാണം കൊടുക്കില്ല. അവർ വീട്ടിൽ തന്നെ വന്ന് ചോദിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും അവര് ഇവരുടെ അടുത്തൊക്കെ പോയിട്ട് ചോദിച്ചു. അപ്പൊ എന്റെ ഉപ്പ തമാശ പോലെ എന്റെ അമ്മയുടെ അനിയത്തിയുടെ കല്യാണം സംസാരിക്കുന്ന സമയത്ത് തമാശ പോലെ പറഞ്ഞതാണ് വീട്ടിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അറിയുമ്പോൾ ആദ്യം പറഞ്ഞു നമ്മുടെ അറിയുന്നവർക്കും അവിടെ കുട്ടിനെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വിലയുണ്ടാവും, ഭയങ്കര വിലയുണ്ടാവും. ആ വിലയിലാണ് പെട്ടെന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാല് എടുത്തതാണ്. പിന്നെ നമ്മള് മാറ്റാനോ ഒന്നും സാധിക്കില്ല. ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് ഒരു കാര്യമില്ലാതെ പെട്ടെന്ന് സമയം കല്യാണം ഉണ്ടാവും. അത് ഭയങ്കര ഷോക്കിംഗ് അല്ലേ? അങ്ങനെ ആയിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളിക്കാരി ചിരിച്ച് കളിച്ച് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും അത് ആളുടെ പെയിൻ ആണെന്നുള്ളത് പകുതി ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മനസ്സിലാവുന്നു. ഇപ്പോഴും പറയാൻ ഒന്നേ ഉള്ളൂ, 17-18 വയസ്സാവുമ്പോ പെൺപിള്ളേരെ കല്യാണം കഴിപ്പിക്കരുത്. അതുപോലെ ഒളിച്ചോടി പോകുന്ന പെൺപിള്ളേരോട് ഇതേ പറയാനുള്ളൂ. നിങ്ങളെ പ്രേമിക്കുന്ന സമയത്തുള്ള വ്യക്തി ആയിരിക്കത്തില്ല ആഫ്റ്റർ കല്യാണം കഴിഞ്ഞിട്ടുള്ളത്. ആ ജീവിതം ആയിരിക്കത്തില്ല പിന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതവും. പ്രാരാബ്ദം, പ്രശ്നങ്ങള്, കടം, അത് ഇത് എന്നൊക്കെ പറഞ്ഞു വരുമ്പം പൊന്നു മക്കളെ നിങ്ങളുടെ ഉപ്പാട് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഈ 18-ാം വയസ്സില് കാത്തു നിന്ന് 18 വയസ്സാകുമ്പോ ഒളിച്ചോടി പോയി കെട്ടുന്ന നിന്റെ ഒക്കെ ജീവിതം എവിടം വരെ എത്തും എന്നുള്ളത് ശരിക്കും ഒന്ന് ആലോചിക്കണം. മനസ്സിലായോ? അതുകൊണ്ട് പഠിച്ചൊരു നിലയിലെത്താൻ നോക്ക്. ഈ ഓടിപ്പോയുള്ള കല്യാണം കഴിപ്പില്ല അത്ര സുഖമുള്ള പരിപാടി ആയിരിക്കത്തില്ല. ശരി എന്നാ.